അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള 2 ക്വസ്റ്റ്യൻസ് ആണ് എക്സാമിന് വരാറുള്ളതാണ്. നിങ്ങൾ നേഴ്സ് ക്യൂൻ യൂട്യൂബ് ചാനലും ഈ ചാനലും രണ്ടിലും ഇനി എക്സാം വരെ JHAക്കും JPHൻ്റെ എക്സാം വരുന്നുണ്ട്. അതുവരെ വീഡിയോകൾ ഉണ്ടായിരിക്കും. അതുപോലെ നേഴ്സസിൻ്റെ വീഡിയോസും ഉണ്ടാകുന്നു. അപ്പോൾ 2 ചാനലും നമ്മൾ വീഡിയോസ് അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും. അപ്പോൾ സമയം കിട്ടുന്ന പോലെ അപ്ലോഡ് ചെയ്യാം. നിങ്ങൾ വിസിറ്റ് ചെയ്യുക. ഈ ഒരു ചാനലിലും സപ്പോർട്ട് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ഓൾ ദ ബെസ്റ്റ്. സോ ഡിയർ ഫ്രണ്ട്സ്, നമുക്ക് ആദ്യം ഒരു 2 ഇമ്പോർട്ടന്റ് ക്വസ്റ്റ്യൻസ് നോക്കിയിട്ട് JPHന്റെ ഒരു പ്രീവിയസ് ക്വസ്റ്റ്യൻസ് കൂടെ കാണാം. അത് നേരത്തെ ചെയ്തു വെച്ച വീഡിയോ ആണ്. ആ ഒരു ക്വസ്റ്റ്യനൂടെ നിങ്ങൾ റെഫർ ചെയ്യുക. എക്സാമിന് എന്തായാലും യൂസ്ഫുൾ ആയിരിക്കും. JPHന്റെ ഒരു കഴിഞ്ഞ ഒരു ക്വസ്റ്റ്യൻ പേപ്പർ ഡിസ്കഷൻ ആണ്, ഒരു 15 മിനിറ്റ്. അപ്പൊ ആദ്യം നമുക്ക് ഇമ്പോർട്ടന്റ് 2 ക്വസ്റ്റ്യൻ നോക്കാം. അതിനകത്ത് ഒരു ക്വസ്റ്റ്യൻ മാത്രമേ ഈ ഒരു ക്വസ്റ്റ്യൻ JHA എക്സാമിന് ചോദിക്കാൻ സാധ്യതയുള്ള ക്വസ്റ്റ്യൻ ആണ്. രണ്ടാമത്തെ ക്വസ്റ്റ്യൻ മിഡ്വൈഫറി റിലേറ്റഡ് ആണെങ്കിലും നോക്കാം നമുക്ക്. First case diagnosed in hospital is called options index case, primary case, secondary case, carrier. ഇപ്പൊ ഇവിടെ ക്വസ്റ്റ്യൻ എന്താന്ന് വെച്ചാല്, ഒരു പേഷ്യന്റ് വന്നു, ഇപ്പോൾ അദ്ദേഹം ഹോസ്പിറ്റലിൽ വന്നിട്ട് ആണ് ഡയഗ്നോസ് ചെയ്തത്. അപ്പൊ ആ ഒരു ഇൻവെസ്റ്റിഗേറ്റർ ഡയഗ്നോസ് ചെയ്തിട്ടുള്ള കേസിനെ നമ്മൾ എന്താണ് പറയുന്നത്? ഇൻഡെക്സ് കേസ് ആണോ പ്രൈമറി കേസ് ആണോ എന്നാണ് ചോദിക്കുന്നത്. കറക്റ്റ് ആൻസർ ഇവിടെ ഇൻഡെക്സ് കേസ് ആണ്. ഹോസ്പിറ്റലിൽ വന്ന് കോവിഡിന്റെ സാഹചര്യത്തിൽ ഹോസ്പിറ്റലിൽ വന്ന് ഫസ്റ്റ്, അതിന് മുന്നേ നമ്മുടെ കമ്മ്യൂണിറ്റിയിൽ കേസുകൾ ഉണ്ടായിരിക്കാം. ഹോസ്പിറ്റലിൽ വന്നിട്ട് ഡയഗ്നോസ് ചെയ്ത് ഇൻവെസ്റ്റിഗേറ്റർ അല്ലെ ഡോക്ടർ കണ്ടുപിടിച്ച കേസിനെ നമുക്ക് ഇൻഡെക്സ് കേസ് എന്ന് പറയാം. പക്ഷെ പ്രൈമറി കേസ് എന്ന് പറയുമ്പോൾ കോവിഡിന്റെ കേസിലാണെങ്കിൽ സമൂഹത്തിലുള്ള ഫസ്റ്റ് കേസ് ഏതാണോ അത് പ്രൈമറി കേസ്. ഇൻഡെക്സ് കേസ് ഒക്കെ വന്നിട്ട് കുറെ കാലങ്ങൾ കഴിഞ്ഞിട്ടായിരിക്കും പ്രൈമറി കേസ് വരുന്നത് എന്ന കാര്യം നിങ്ങൾ മനസ്സിലാക്കുക. പ്രൈമറി കേസ് എന്ന് പറയുമ്പോൾ ഫസ്റ്റ് കേസാണ്. സെക്കൻഡറി കേസ് എന്ന് പറയുമ്പോൾ പ്രൈമറി കേസുമായിട്ട് എക്സ്പോസ് ചെയ്തിട്ടാണ്. ഒരു വീട്ടില് ഒരാൾക്ക് ഒരു അസുഖം വന്നു. അപ്പൊ ആ വീട്ടിലുള്ള മറ്റുള്ള ആളുകൾ, കൂടെയുള്ള ആളുകൾ ആ വീട്ടിലെ അസുഖമുള്ള ആളുമായിട്ട് കോണ്ടാക്ട് ചെയ്ത കേസാണ്. അപ്പൊ അവരെ നമുക്ക് സെക്കൻഡറി കേസ് എന്ന് പറയാം. കാരിയർ എന്ന് പറയുമ്പോൾ എന്താണ്? ഇൻഫെക്ഷസ് ഏജൻസിനെ വഹിക്കുന്ന ആളുകൾ. ഇപ്പൊ എനിക്കൊരു ഇൻഫെക്ഷൻ ഏജൻസ് എന്റെ ശരീരത്തിലുണ്ട്, പക്ഷെ ഞാൻ അത് മറ്റുള്ളവരിലേക്ക് സ്പ്രെഡ് ചെയ്യുന്നില്ല, പക്ഷെ ഞാൻ അത് വഹിച്ചുകൊണ്ട് പോകുന്നുണ്ട്. അപ്പൊ ഞാൻ അവിടെ കാരിയർ ആണ് എന്നുള്ള കാര്യം മനസ്സിലാക്കുക. അടുത്ത ക്വസ്റ്റ്യൻ മിഡ്വൈഫറി എന്നാണ്. വൺ ക്ലയന്റ് അഡ്മിറ്റഡ് വിത്ത് ഹൈപ്രമെസിസ് ഗ്രാവിഡാരം, വിച്ച് ഓഫ് ദ ഫോളോയിങ് ഷുഡ് ബി മോണിറ്റേർഡ് ഫോർ ദ പേഷ്യന്റ്? ഇവിടെ സ്റ്റാഫ് നേഴ്സ് കാണുന്നുണ്ടെങ്കിൽ നിങ്ങൾക്കും യൂസ്ഫുൾ ആണ്. ഓപ്ഷൻ പൾസ് റേറ്റ്, ബ്ലഡ് പ്രഷർ, ബ്ലഡ് ഷുഗർ, യൂറിൻ ഫോർ കീറ്റോൺസ്. അപ്പൊ ഞാൻ ഇതിന്റെ ആദ്യം ഡിസ്കഷൻ ചെയ്തിട്ട് ആൻസറിലേക്ക് വരാം. ഹൈപ്രമെസിസ് ഗ്രാവിഡാർ എന്ന് പറയുമ്പോൾ എക്സ്ട്രീം വോമിറ്റിംഗ് ആണ്. സാധാരണ നമുക്കറിയാം പ്രഗ്നൻസിയിൽ നോസിയയും വോമിറ്റിംഗ് ഒക്കെ സാധാരണയാണ്. മോർണിംഗ് സിക്നെസ് ഉണ്ടാവും, പ്രിസന്റീവ് സയൻസ് ആയിട്ട് വരുന്നുണ്ട്. പക്ഷെ ഇവിടെ ഹൈപ്രമെസിസ് ഗ്രാവിഡാർ എന്ന് പറയുമ്പോൾ അൺകൺട്രോൾഡ് എക്സ്ട്രീം വോമിറ്റിംഗ് ആണ്. ന്യൂട്രീഷൻ ലോസ് ഉണ്ടാവും, അതുപോലെ ഡീഹൈഡ്രേഷൻ ഉണ്ടാവും, കലോറി ഒക്കെ നമ്മുടെ ശരീരത്തിൽ നിന്നും പൂർണ്ണമായിട്ടും മാറിപ്പോകുന്ന ഒരു അവസ്ഥയിലേക്ക് വരാം. സോ ഇവിടെ ഈ ഒരു സാഹചര്യത്തിൽ ഉണ്ടാകാനുള്ള കാരണങ്ങൾ, ഹ്യൂമൻ കോറിയോണിക് ഗൊണാഡോട്രോപിൻ കൂടുമ്പോഴാണ് ഹൈപ്രമെസിസ് ഗ്രാവിഡാർ ഉണ്ടാകുന്നത്. HCG കൂടുതലാകാം, അങ്ങനെയുള്ളവർക്ക് വരാം. അല്ലെങ്കിൽ മൾട്ടിപ്പിൾ പ്രഗ്നൻസി, ഹൈഡാറ്റിഡിഫോം മോള് തുടങ്ങിയ കണ്ടീഷനിൽ വരാം. മൾട്ടിപ്പിൾ പ്രഗ്നൻസി, ഹൈഡാറ്റിഡിഫോം മോള് ഓർ HCG കൂടുമ്പോൾ. സോ ഇവിടെ വെയിറ്റ് ലോസ് ഉണ്ടാവും, ഡീഹൈഡ്രേഷൻ ഉണ്ടാവും. അപ്പൊ നമ്മുടെ ഈ ഒരു ബോഡിയിൽ കാർബോഹൈഡ്രേറ്റിന്റെ അളവില്ല, കാരണം മുഴുവൻ നമ്മൾ സിസ്റ്റത്തിലേക്ക് എത്തുന്നില്ല, അതിന് മുന്നേ വൊമിറ്റ് ചെയ്ത് പോവുകയാണ്. അപ്പൊ നമ്മുടെ സെല്ലുകൾ എന്താ ചെയ്യുന്നത് വെച്ചാൽ പ്രോട്ടീനെയും ഫാറ്റിനെയും ഒക്കെ എനർജി ആയിട്ട് കൺവേർട്ട് ചെയ്യാൻ വേണ്ടി ശ്രമിക്കും. അപ്പൊ ഫാറ്റിനെ എനർജി ആയിട്ട് കൺവേർട്ട് ചെയ്യാൻ ശ്രമിക്കുമ്പോൾ എന്താണ് സംഭവിക്കുന്നത്? കീറ്റോൺസ് നമ്മുടെ ശരീരത്തിൽ ഉണ്ടാകുന്നു, കീറ്റോൺ ബോഡി ഉണ്ടാകും. ഇത് അസിഡോസിന് കാരണമാകുന്നു. ഈ കീറ്റോൺ ബോഡീസ് അസിഡോസിന് കാരണമാകുന്നു. യൂറിനിലൂടെ കീറ്റോൺ ബോഡി പോകുന്നു. അപ്പൊ ഈ ഒരു സന്ദർഭങ്ങളിൽ യൂറിൻ ഫോർ കീറ്റോൺസ് ആണ് നമ്മൾ ടെസ്റ്റ് ചെയ്യേണ്ടത്. ഒരു പേഷ്യന്റിന് യൂറിൻ കീറ്റോണിന്റെ സാന്നിധ്യം ഉണ്ടോ എന്ന് നോക്കും, ഹൈപ്രമെസിസ് ഗ്രാവിഡാർ ആണെന്ന് ഉറപ്പിക്കാൻ വേണ്ടി. അപ്പൊ ഈ കീറ്റോൺ യൂറിനിലൂടെ പോകുന്ന, നമുക്ക് കീറ്റോന്യൂറിയ എന്ന് പറയാം. കീറ്റോൺ യൂറിനിലൂടെ പോകുന്ന കണ്ടീഷനാണ് കീറ്റോന്യൂറിയ. അതുപോലെ നമ്മൾ യൂറിൻ കീറ്റോൺ നമ്മൾ ടെസ്റ്റ് ചെയ്യണം. അപ്പൊ ഇത് ഉണ്ടാകാനുള്ള കാരണം ഇതാണ്, കാർബോഹൈഡ്രേറ്റ് ഇല്ലാത്തതുകൊണ്ട് ഫാറ്റിനെ സെല്ലുകൾ കാർബോഹൈഡ്രേറ്റ് ആയിട്ട് വിഘടിപ്പിക്കാൻ ശ്രമിക്കുമ്പോഴാണ് കീറ്റോൺ ബോഡി ശരീരത്തിൽ ഉണ്ടാകുന്നത്. അതുപോലെ ഇതിന്റെ മാനേജ്മെന്റ് ആയിട്ട് നമുക്കറിയാം, ഫ്ലൂയിഡ്
അഡ്മിനിസ്ട്രേഷൻ, IV ഫ്ലൂയിഡ് മാനേജ്മെന്റ് ആണ്. ഇലക്ട്രോലൈറ്റ് ഒക്കെ അഡ്മിനിസ്ട്രേഷൻ ചെയ്യേണ്ടി വരും. ചിലപ്പം പൊട്ടാസ്യവും കാൽസ്യവും ഒക്കെ കൊടുക്കേണ്ടി വരും. അതുപോലെ സോഡിയം അഡ്മിനിസ്ട്രേഷൻ വേണ്ടി വരും. ഇൻപുട്ട് ഔട്ട്പുട്ട് ചാർട്ട് മെയിൻറ്റെയിൻ ചെയ്യേണ്ടി വരും. ഫ്രീക്വന്റ് സ്മോൾ ഓറൽ ഫീഡ് ഒക്കെ സ്റ്റാർട്ട് ചെയ്യേണ്ടി വരും. അങ്ങനെ നോസിയ വോമിറ്റിംഗ് ഒക്കെ കുറച്ച് മാറിയതിനു ശേഷം പെട്ടെന്ന് ദഹിക്കുന്ന ഭക്ഷണങ്ങളൊക്കെ കൊടുക്കാം. അപ്പൊ ഇത്രയേ ഉള്ളൂ ഈ 2 ക്വസ്റ്റ്യൻ. വളരെ ഇമ്പോർട്ടന്റ് ആയിരുന്നു. ഇനി നമുക്ക് പഴയ ഒരു ക്വസ്റ്റ്യൻ പേപ്പർ, നേരത്തെ ചെയ്തു വെച്ച ക്വസ്റ്റ്യൻസ് ആണ്, ആ ഒരു ക്വസ്റ്റ്യൻ പേപ്പറോടെ കണ്ട് പഠിക്കുക. ഓൾ ദി ബെസ്റ്റ്. ജൂനിയർ പബ്ലിക് ഹെൽത്ത് നേഴ്സ്. സോ ഈ ക്വസ്റ്റ്യൻ നിങ്ങൾ മനസ്സിലാക്കി കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഒരു ഏത് ടൈപ്പ് ക്വസ്റ്റ്യൻസ് എങ്ങനെ വരും എന്നൊക്കെ മനസ്സിലാകും. അപ്പോൾ ലെറ്റ്സ് സ്റ്റാർട്ട്. നമ്മൾ ഓൾ ഓപ്ഷൻസ് എല്ലാം പറഞ്ഞു പോകുന്നില്ല, ജസ്റ്റ് നമ്മൾ പറഞ്ഞിട്ട് ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കാര്യങ്ങൾ മാത്രം പറഞ്ഞു പോകുന്നേ ഉള്ളൂ. വാട്ട് ഈസ് ദ മീനിങ് ഓഫ് കമ്മ്യൂണിറ്റി? ആൻസർ ടു സെർവ് ടുഗദർ. Meaning of community, serve together. What is the exchange of information between individuals of same status or designation? That means horizontal communication. Horizontal communication ആണ് individuals same status or designation. ഇപ്പൊ നമ്മൾ ഹോസ്പിറ്റലൊക്കെ മനസ്സിലാവും, ഹൊറിസോണ്ടൽ മീൻസ് ഒരു ഫ്ലാറ്റ് ലൈൻ ആണ്. ഫ്ലാറ്റ് ലൈൻ മുകളിലേക്ക് പോകുമ്പോൾ അപ്വേർഡ് കമ്മ്യൂണിക്കേഷനിൽ ഏറ്റവും താഴെ 4th ഗ്രേഡ് വർക്കേഴ്സ് ഉണ്ടാവും, അതിന്റെ മുകളിലായിട്ട് അതിന്റെ മുകളിൽ സ്റ്റാഫ് ഉണ്ടാവും. അങ്ങനെ കയറി വരുമ്പോൾ സൂപ്പർവൈസേഴ്സ് ഉണ്ടാവും. പിന്നെ സൂപ്പർവൈസറിന്റെ മുകളിലായിട്ടാണ് അഡ്മിനിസ്ട്രേറ്റർ. അപ്പൊ സൂപ്പർവൈസർ തന്നെ പലതരത്തിലുള്ള സൂപ്പർവൈസർ ഉണ്ട്. ഫ്ലോർ സൂപ്പർവൈസർ ഉണ്ട്, അതുപോലെ തന്നെ ഓരോ ഡിപ്പാർട്ട്മെന്റിനും സൂപ്പർവൈസേഴ്സ് കാണും. അവരൊക്കെ സൂപ്പർവൈസേഴ്സിന്റെ ഹൊറിസോണ്ടൽ കമ്മ്യൂണിക്കേഷൻ ആണ്. സോ ദ ഇൻഫർമേഷൻ ബിറ്റ്വീൻ ഇൻഡിവിജ്വൽസ് ഓഫ് സെയിം സ്റ്റാറ്റസ് ഓർ ഡെസിഗ്നേഷൻ, ദാറ്റ് ഈസ് ഹൊറിസോണ്ടൽ കമ്മ്യൂണിക്കേഷൻ. വാട്ട് ഈസ് ദ പോപ്പുലേഷൻ ഓഫ് എ കോർപ്പറേഷൻ? കറക്റ്റ് ആൻസർ ഈസ് പോപ്പുലേഷൻ above 1 lakh. Above 1 lakh ആണ് population of a corporation. Which is the word used for converting contents into codes? Correct answer, encoding. The word used for converting contents into codes, that is encoding. Decoding means translate data or message into original language. Translate data or message into original language, that is decoding. Next question. Which concept is based on the definition of health given by World Health Organization? Concept of well-being. So what is the definition of health by WHO? Health is a state of physical, mental and social well-being and not merely the absence of disease or infirmity. So the well-being is there. Well-being is there in the definition. What is the tool for the community-oriented case? Community health nursing process is the tool for the community-oriented case. Which is series of speeches on the selected subject by experts? Symposium. Symposium എന്ന് പറഞ്ഞാൽ series of speeches on the selected subject by experts. Selected subjects എന്ന് പറയുമ്പോൾ ഓരോ സബ്ജക്റ്റിനെ പറ്റിയും സെലക്ട് ചെയ്തിട്ട് ആ ഒരു സ്പീച്ച് ചെയ്യുന്നതിനാണ്. ഉദാഹരണത്തിന് ബയോളജി സെലക്ട് ചെയ്തിട്ട് സ്പീച്ച് ചെയ്യുന്നത്, അതാണ് സിംപോസിയം. പാനൽ ഡിസ്കഷൻ എന്ന് പറഞ്ഞാൽ ഇൻവോൾവ്സ് എ ഗ്രൂപ്പ് ഓഫ് പീപ്പിൾ ഗാദേർഡ് ടു ഡിസ്കസ് എ ടോപ്പിക് ഇൻ ഫ്രണ്ട് ഓഫ് ആൻ ഓഡിയൻസ്. ഓഡിയൻസിന്റെ മുന്നിൽ ഗ്രൂപ്പ് ഓഫ് പീപ്പിൾ ഗാദർ ചെയ്തിട്ട് ടോപ്പിക്കിനെ പറ്റി ഡിസ്കസ് ചെയ്യുന്നു. ദാറ്റ് ഈസ് പാനൽ ഡിസ്കഷൻ. ഇൻവോൾവ്സ് എ ഗ്രൂപ്പ് ഓഫ് പീപ്പിൾ gathered to discuss a topic in front of an audience. Then what is role play? Role play means 2 or more people acting out roles. ഏതെങ്കിലുമൊക്കെ റോളുകൾ ആക്ട് ചെയ്യുന്നു, ഒരു നാടകം പോലെയൊക്കെ. ദാറ്റ് ഈസ് റോൾ പ്ലേ. വർക്ക്ഷോപ്പ് മീൻസ്, വർക്ക്ഷോപ്പ് എന്ന് പറഞ്ഞാൽ 10 to 25 people share a common problem. 10 to 25 people share a common problem. That is workshop. Which is the major cause of nutritional blindness in children usually between 1 to 3 years of age? Correct answer is keratomalacia. Keratomalacia is the nutritional blindness, drying and clouding of the cornea. In keratomalacia, there is a drying and clouding of cornea. Who is the chief technical advisor to the government on all matters relating to medical case and public health at the center? Correct answer is Director General of Health Service. What is the another name for the two-way communication? Correct answer is
Socratic method. The other name of two-way communication, Socratic method. Two-way communication is any form of communication between two parties. ടെലിഫോണിൽ സംസാരിക്കുന്ന ഒരു എക്സാമ്പിൾ ആണ്. Who is the ex officio secretary of Panchayat Samiti? Block Development Officer. Block Development Officer is the ex officio secretary of Panchayat Samiti. The government of India set up multi-purpose workers committee in which year? Correct answer is 1972. 1972ലാണ് multi-purpose workers committee രൂപീകരിച്ചത്. Multi-purpose workers committee otherwise known as Kartar Singh Committee. Multi-purpose workers committeeയുടെ മറ്റൊരു പേരാണ് കർത്താർ സിംഗ് കമ്മിറ്റി. ബോർ കമ്മിറ്റി ഫോംഡ് ഓൺ 1943. ബോർ കമ്മിറ്റി 1943. Other name Health Planning and Development Committee. Another name for target free approach. Correct answer is CNAA. CNAA is the another name of target free approach. The full form of CNAA is Community Needs Assessment Approach. Community Needs Assessment Approach. That is CNAA full form. Next question. What is the new strategy, a unique concept of WHO to provide universal coverage of rehabilitation to all segments of society? Correct answer is community-based rehabilitation. Rehabilitation means action of restoring someone to health or normal life through training and therapy. Rehabilitation എന്ന് പറയുമ്പോൾ നമുക്ക് എന്തെങ്കിലും ഒരു സീരിയസ് ആയിട്ടുള്ള അസുഖം വന്ന് നമ്മൾ റിക്കവർ ചെയ്യുന്ന ആ ഒരു സമയത്ത് നമ്മൾ റിക്കവറി ഫാസ്റ്റ് ആകാൻ വേണ്ടി നമ്മളൊരു പ്രത്യേക രീതിയിലുള്ള ട്രെയിനിങ്ങും ഒരു തെറാപ്പിയൊക്കെ നൽകുന്ന ആ ഒരു അവസ്ഥയാണ് റീഹാബിലിറ്റേഷൻ. വാട്ട് ഈസ് ദ ബെസ്റ്റ് ക്വാളിറ്റി ഓഫ് ഗുഡ് കൗൺസിലർ? കറക്റ്റ് ആൻസർ ഈസ് ഗുഡ് ലിസണർ. ഗുഡ് ലിസണർ ആയിരിക്കണം കൗൺസിലർ. ആൻഡ് ഓൾസോ good communication skills, acceptance, empathy, problem solving skills and rapport building skills also there in good counselor. അപ്പൊ ആ കൗൺസിലറിന്റെ മികച്ച ബെസ്റ്റ് ക്വാളിറ്റി ഗുഡ് ലിസണർ ആയിരിക്കണം. എൻലിസ്റ്റ് ഫോർ വില്ലേജ് ലെവൽ ഹെൽത്ത് വർക്കേഴ്സ്. കറക്റ്റ് ആൻസർ ഈസ് ഓപ്ഷൻ സി ആണ്. അംഗൻവാടി വർക്കേഴ്സ്, ആശ, DAI മീൻസ് നമ്മുടെ റൂറൽ ഏരിയയിലൊക്കെ ഡെലിവറി ഒക്കെ ബർത്ത് ഒക്കെ അറ്റൻഡ് ചെയ്യുന്ന ആ ഒരു ബർത്ത് അറ്റൻഡന്റിനെ നമുക്ക് DAI എന്ന് പറയുന്നുണ്ട്. അതുപോലെ തന്നെ VHG എന്ന് പറഞ്ഞാൽ വില്ലേജ് ഹെൽത്ത് ഗൈഡ്സ്. അപ്പം ഈ 4 വില്ലേജ് ലെവൽ ഹെൽത്ത് വർക്കേഴ്സ് ആണ്. അംഗൻവാടി വർക്കർ, ആശ, DAI, VHG വില്ലേജ് ഹെൽത്ത് ഗൈഡ്. Next question. Which is the common media used by villagers in India? Correct answer is radio. Radio ആണ് most common. Next question. The size of the uterus is, correct answer is 7.5 centimeter to into 5 centimeter into 2.5 centimeter. ഓരോ 2.5 centimeter ഇങ്ങനെ കുറഞ്ഞു വരുന്നു. അപ്പൊ the size of the uterus is 7.5 centimeter into 5 centimeter into 2.5 centimeter. The weight of an adult uterus is 60 gram. The weight of an adult uterus is 60 gram. The type of nerves responsible for flight or fight response is sympathetic nerve. Sympathetic nerve ആണ് responsible for fight or flight response. അതായത് സിമ്പത്തറ്റിക് ഹോർമോൺസ് ആണ് അഡ്രിനാലിൻ. അഡ്രിനാലിന്റെ മറ്റൊരു പേരാണ് എപ്പിനെഫ്രിൻ അല്ലെങ്കിൽ നോറെപ്പിനെഫ്രിൻ. അപ്പൊ ഇതൊക്കെ സിമ്പത്തറ്റിക് ഹോർമോൺ ആണ്. ഏതൊക്കെ? അഡ്രിനാലിൻ, എപ്പിനെഫ്രിൻ അല്ലെങ്കിൽ എപ്പിനെഫ്രിൻ ഓർ നോറെപ്പിനെഫ്രിൻ. പാരാസിമ്പത്തറ്റിക് സിസ്റ്റം സ്റ്റിമുലേറ്റ് ആയി കഴിഞ്ഞാൽ നമ്മൾ വളരെ റിലാക്സേഷനിലേക്ക് പോകും. അപ്പൊ യോഗ, മെഡിറ്റേഷൻ ഒക്കെ ചെയ്യുമ്പോൾ നമ്മൾ പാരാസിമ്പത്തറ്റിക് സിസ്റ്റം സ്റ്റിമുലേറ്റ് ആക്കുകയാണ് ചെയ്യുന്നത്. ആ സമയത്താണ് റിലീസ് ചെയ്യുന്ന ഹോർമോൺ ആണ് കാറ്റക്കോളാമിൻ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. സ്മൂത്ത് ലോങ് അപ്പ് ആൻഡ് ഡൗൺ സ്ട്രോക്ക് in massaging are, correct answer is effleurage. Effleurage, that means massage treatment ആണ്. This is a massage treatment. Stroking movements cause increase the flow of lymphatic system. So
a stroke in massaging, that is effleurage. A normal BMI can be maintained by balanced diet. BMI full form body mass index. Full form of BMI body mass index. How to calculate? Weight in kilogram by height in meter square. How to calculate BMI? Weight in kilogram by height in meter square. The cheapest source of vitamin D is, correct answer is sunlight. Pernicious anemia is caused by deficiency of vitamin B12. Pernicious anemia is caused by deficiency of vitamin B12. Weaning started at the age of 6 months. Weaning started at the age of 6 months. Weaning എന്ന് പറയുമ്പോൾ നമ്മൾ സപ്ലിമെന്ററി ഫീഡ് കൊടുക്കുകയാണ്. The introduction of solid food, that is weaning. കുറുക്കൊക്കെ നമ്മൾ കൊടുക്കില്ല, അതാണ് weaning. Road to Health card is designed by David Morley. Road to Health card is designed by David Morley. Next question. A pregnant lady gains weight from 9 to 12 kg. A pregnant lady gains weight from 9 to 12 kg. Infectious disease hospital floor space should be 144 square feet. Infectious disease hospital floor space should be 144 square feet. Amount of bleaching powder used for disinfection of well is 2.5 gram for 1000 liter of water. Amount of bleaching powder used for disinfection of well is 2.5 gram for 1000 liter of water. All questions are very standardized question. So all type of nursing aspirants can watch this video, especially staff nurse and nursing officer also can watch. The borehole latrine should be at least dash feet away from source of water. 50 feet away from source of water. The temperature of the incinerator is 1300 Celsius. 1300 degrees Celsius. The temperature of the incinerator. Incinerator എന്ന് പറയുമ്പോൾ is a machine used to burn solid waste material. Solid waste material burn ചെയ്യാൻ ഉപയോഗിക്കുന്ന ഒരു മെഷീനാണ് ഇൻസിനറേറ്റർ. Fracture in old age is mainly due to, correct answer is osteoporosis ആണ്. Osteoporosis എന്ന് പറഞ്ഞാൽ ബോൺ വീക്ക് അതുപോലെ ബ്രിറ്റിൽ ആയിട്ട് പൊടിഞ്ഞു പോകാനുള്ള സാധ്യതയുണ്ട്. അതാണ് osteoporosis. ECT discovered by Serletti and Binney in the year 1938. Face saving defense in defense mechanism is rationalization. Face saving defense in defense mechanism is rationalization. That is sour grape mechanism. കിട്ടാത്ത മുന്തിരി പൊളിക്കുന്നൊക്കെ പറയില്ല, അതാണ് rationalization. Sour grape mechanism എന്ന ക്വസ്റ്റ്യനിൽ കണ്ടാൽ നിങ്ങൾ rationalizationലേക്ക് പോയാൽ മതി. Early sign of maladjustments can be detected by school teacher. Early signs of maladjustment can be detected by school teacher. The disease affecting a large population in a wide geographic area is known as pandemic. Pandemic, you know that, pandemic. An adverse effect of a preventive, therapeutic or diagnostic procedure which cause disability or death, that is iatrogenic disease. That is a preventive, therapeutic or diagnostic procedure which cause disability or death, that is iatrogenic disease. Nosocomial infection, the other name is hospital acquired infection. Hospital വന്നതിന് ശേഷം ലഭിക്കുന്ന ഇൻഫെക്ഷൻ ആണ് നോസോകോമിയൽ ഇൻഫെക്ഷൻ. Koplik spot is a characteristic lesion of rubeola, otherwise measles. The Koplik spot is a characteristic lesion of rubeola. In which year WHO launched a new stop TB strategy? Correct answer is 2006. WHO launched a new stop TB strategy in 2006.